കൊച്ചിയിൽ നടി ആക്രമിക്കപ്പെട്ട കേസിൽ പ്രോസിക്യൂഷന് തിരിച്ചടിയായതെന്താണ്? പ്രോസിക്യൂഷൻ കൃത്യമായ തെളിവുകൾ സമർപ്പിക്കാൻ പരാജയപ്പെട്ടത് മാത്രമല്ല, അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നതും, അതോടൊപ്പം മഞ്ജു വാര്യർ ഉൾപ്പെടെയുള്ള കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളുടെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളുമാണ് പ്രധാനമായും കോടതി ഒരു വീഴ്ചയായി ചൂണ്ടിക്കാണിക്കുന്നത്. അതായത് മഞ്ജു വാര്യരുടെ മൊഴി വിശ്വസിക്കാതെയാണ് വിചാരണ കോടതി അത്തരമൊരു പരാമർശം നടത്തിയിരിക്കുന്നത്. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും അന്വേഷണ സമയത്തെ മൊഴിയിലില്ലെന്ന് കോടതിയുടെ വിധിന്യായത്തിൽ പറയുന്നു. ദിലീപിൻ്റെ അഭിഭാഷകന്റെ ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങൾ തെളിഞ്ഞെന്നും കോടതി ചൂണ്ടിക്കാട്ടി. വിവരങ്ങളുമായി രഞ്ജിത്ത് രാമചന്ദ്രനും കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആദ്യം ആജ്ഞയിലേക്കാണ്. ആജ്ഞ, ഈ വിധിന്യായത്തിലെ കൂടുതൽ വിവരങ്ങൾ പുറത്തു വരുമ്പോൾ കോടതി ഈ കേസുമായി ബന്ധപ്പെട്ട് ഉന്നയിക്കുന്ന പല സംശയങ്ങളും പുറത്തേക്ക് വരുന്നുണ്ട്. അതായത് കഴിഞ്ഞ ദിവസം പുറത്തു വന്ന വിവരങ്ങളിൽ നിന്നും മനസ്സിലാക്കാൻ കഴിഞ്ഞത് അതിജീവിതയുടെ മൊഴിയിൽ കോടതി അവിശ്വാസം പ്രകടിപ്പിക്കുന്നു. ഇപ്പോൾ കേസിലെ പ്രധാനപ്പെട്ട സാക്ഷികളിൽ ഒരാളായ നടി മഞ്ജു വാര്യരുടെ മൊഴിയും കോടതി വിശ്വസിക്കുന്നില്ല. അതിൽ പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത് ക്രോസ് വിസ്താരത്തിൽ മഞ്ജുവിൻ്റെ മൊഴിയിലെ വൈരുദ്ധ്യങ്ങളാണ്. എന്താണ് വിധിന്യായത്തിൽ ഇതുമായി ബന്ധപ്പെട്ട്, അതായത് മഞ്ജു വാര്യരുടെ മൊഴിയുമായി ബന്ധപ്പെട്ട് കോടതി വ്യക്തമാക്കിയത്? വിധി പകർപ്പിലാണ് കൃത്യമായിട്ട് മഞ്ജു വാര്യർ അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ നൽകിയിരിക്കുന്ന കാര്യങ്ങളല്ല കോടതി നൽകിയിരിക്കുന്നത് എന്നുള്ളൊരു കാര്യം കണ്ടെത്തിയിട്ടുള്ളത്. അത് മാത്രമല്ല, ആ സാഹചര്യത്തിൽ എന്തുകൊണ്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ ഇത് നൽകാതിരുന്നതെന്നും അതിൽ പിന്നീട് എങ്ങനെയാണ് ഇത്ര വൈരുദ്ധ്യം ഉണ്ടായതും എന്നുള്ളതാണ് കോടതിയുടെ ചോദ്യം. അത് മാത്രമല്ല, ഈ അഭിഭാഷകൻ, അതായത് ദിലീപിൻ്റെ അഭിഭാഷകൻ വി രാമൻപിള്ളയുടെ ചോദ്യങ്ങൾക്ക് മുൻപിൽ അത് തെളിയിക്കാനായി, അത് മഞ്ജു വാര്യർക്ക് അത് പിടിച്ചു നിൽക്കാനായില്ല. അത് മഞ്ജു വാര്യരെ ക്രോസ് വിസ്താരം ചെയ്യുന്ന സാഹചര്യത്തിൽ അത് അങ്ങേയറ്റം ഡിസോൾവ് ആയി പോകുന്ന ഒരു സാഹചര്യത്തിലേക്ക് മാറി എന്ന് തന്നെയാണ് നിരീക്ഷണം. അങ്ങനെ തന്നെയാണ്. അത് ടോം സൂചിപ്പിച്ചതുപോലെ തന്നെ മഞ്ജു വാര്യരുടെ മൊഴിയെ അവിശ്വാസത്തിൽ എടുക്കുകയാണ് കോടതി. അത് മാത്രമല്ല, നമുക്കറിയാം ഈ കേസുമായി ബന്ധപ്പെട്ട ഈ കേസിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചന ഉണ്ട് എന്ന് ആദ്യം ആരോപിക്കുന്നത് മഞ്ജു വാര്യരാണ്. പ്രത്യേകിച്ച് നടി ആക്രമിക്കപ്പെട്ട ദിവസത്തിൽ ദർബാർ റൗണ്ടിന് ചുറ്റും ദർബാർ ഗ്രൗണ്ടിൽ നടത്തിയിരുന്ന ഒരു പ്രോഗ്രാമിൽ, അമ്മ സംഘടിപ്പിച്ച പ്രോഗ്രാമിൽ, അത് നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് അമ്മയിലെ ആളുകൾ പങ്കെടുത്ത യോഗത്തിൽ വെച്ചിട്ടാണ് മഞ്ജു വാര്യർ ഇത്തരത്തിൽ നടിക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് ഇതിന് പിന്നിൽ ഒരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, ആ ഗൂഢാലോചനയെ പറ്റി അന്വേഷിക്കണം എന്ന് ആവശ്യപ്പെടുന്നതും അതേ തുടർന്നാണ് ഇത്തരത്തിലുള്ള അന്വേഷണങ്ങൾ വരുന്നതും ദിലീപ് പിന്നീട് രണ്ടാം ഘട്ടത്തിൽ അറസ്റ്റിലാകുന്ന സാഹചര്യമൊക്കെ ഉണ്ടായതും ദിലീപ് കുറ്റവിമുക്തനായി പുറത്തിറങ്ങിയ സാഹചര്യത്തിൽ പോലും ആദ്യം ദിലീപ് പറഞ്ഞത് മഞ്ജു പറഞ്ഞ ക്രിമിനൽ ഗൂഢാലോചന അതെൻ്റെ തലയിലേക്ക് കെട്ടിവെക്കാൻ ശ്രമിച്ചു എന്ന് തന്നെയാണ്. എന്നിരുന്നാൽ പോലും ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട് എന്ന് ആദ്യം ആരോപിച്ച ആളുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ട് എന്നാണ് കോടതി വ്യക്തമാക്കുന്നത്. കോടതിക്ക് മുൻപാകെ വേണ്ടത് തെളിവുകളാണ്. പലപ്പോഴും ദിലീപിൻ്റെ കാര്യത്തിലായാലും അല്ലെങ്കിൽ നടിയെ ആക്രമിച്ച കേസുകളിലായാലും ദിലീപിനെ കുറ്റവിമുക്തനാക്കുന്ന സാഹചര്യത്തിലേക്ക് പോകുമ്പോഴും കോടതി മുന്നോട്ട് വെക്കുന്നത് ദിലീപിനെതിരെ തെളിവുകൾ ഉണ്ടായിരുന്നില്ല എന്ന് തന്നെയാണ്. അതേ സാഹചര്യം തന്നെയാണ് ഇവിടെയും സൂചിപ്പിക്കുന്നത്. പ്രത്യേകിച്ചും മഞ്ജു വാര്യർ രണ്ട് തരത്തിൽ, അതായത് വൈരുദ്ധ്യമുള്ള മൊഴികളാണ് കോടതിയിലും അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ തന്നിരിക്കുന്നത് എന്ന് കോടതി വ്യക്തമാക്കുന്നുണ്ട്. പക്ഷേ നമുക്കറിയാം ടോം, 28 ആളുകൾ മൊഴിമാറ്റം നടത്തിയിരിക്കുന്ന ഒരു സാഹചര്യം, പ്രത്യേകം അന്വേഷണ ഉദ്യോഗസ്ഥർക്ക് മുൻപാകെ അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ച് ദിലീപ് നടിയെ ആക്രമിക്കും എന്നുള്ള പരസ്യ പ്രസ്താവന നടത്തിയിട്ടുണ്ട്. ദിലീപും നടിയും തമ്മിൽ അവിടെ വെച്ച് വഴക്കുണ്ടാകുന്ന സാഹചര്യം ഉണ്ടായിട്ടുണ്ട്. ദിലീപിന് ശത്രുത ഉണ്ടായിരുന്നു നടിയോട് എന്ന് തോന്നുന്ന തരത്തിലുള്ള പെരുമാറ്റം ഉണ്ടായിട്ടുണ്ട് എന്നൊക്കെ ഈ ഒരു പ്രമുഖ ചാനലിൻ്റെ പരിപാടിയുമായി ബന്ധപ്പെട്ട് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചിട്ട് ഹോട്ടൽ അബാദ് പ്ലാസയിൽ വെച്ചിട്ടാണ് ഈ സംഭവം നടക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുണ്ടായിരുന്നുള്ള സാഹചര്യത്തിൽ അതിലുണ്ടായിരുന്ന ആളുകളുടെ മൊഴി പിന്നീട് കോടതിയിലെത്തുമ്പോൾ മാറുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ഇത് മുഖവിലേക്ക് എടുത്ത് കണ്ടുമില്ല എന്നുള്ള വിമർശനവും ശക്തമാണ്. പ്രത്യേകിച്ചും മൊഴിമാറ്റം നടത്തിയിട്ടുള്ള ആളുകളുടെ കൂട്ടത്തിലാണ് 28 പേരുള്ളത്. അതിൽ നടി ബിന്ദു പണിക്കരുണ്ട്, ഭാമയുണ്ട്, അതുപോലെ തന്നെ ഇടവേള ബാബു ഉണ്ട്, ഈ ആളുകൾ റിമി ടോമി ഉണ്ട്. ഇത്തരം ആളുകളൊക്കെ അതിൽ പ്രമുഖരായ ആളുകളാണ്. അതേസമയം മഞ്ജു വാര്യരെയും കുഞ്ചാക്കോ ബോബന്റെ മൊഴിയാണ് നിർണായകമായിരുന്നത്. അവരത് മാറ്റിയിട്ടിരുന്നില്ല എന്നൊരു സാഹചര്യം കൂടി അതിൽ സാഹചര്യത്തിൽ ചർച്ച ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നിരുന്നു. പക്ഷേ ഇപ്പോൾ കോടതി
തന്നെ വ്യക്തമാക്കുകയാണ് മഞ്ജു വാര്യരുടെ മൊഴിയിൽ വൈരുദ്ധ്യമുണ്ടായിരുന്നു. അത് പ്രതിഭാഗം അഭിഭാഷകന്റെ മുന്നിൽ ക്രോസ് വിസ്താര സമയത്ത് മഞ്ജു വാര്യർക്ക് പിടിച്ചു നിൽക്കാനായില്ല. അതല്ലെങ്കിൽ മഞ്ജു വാര്യരുടെ മൊഴി ഉറപ്പിക്കുന്ന ഈ കുറ്റകൃത്യം നടന്നുവെന്ന് ഉറപ്പിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക് ഈ മൊഴിക്ക് നിലനിൽക്കാനായില്ല, സസ്റ്റെയിൻ ചെയ്യാനായില്ല എന്നുമാണ് കോടതി വ്യക്തമാക്കുന്നത്. ഈ വൈരുദ്ധ്യമാണ്, അതുകൊണ്ട് തന്നെ മഞ്ജു വാര്യരെ ഇതുമായി ബന്ധപ്പെട്ട് വിശ്വാസത്തിലെടുക്കാൻ കഴിയില്ല എന്നാണ്. അതേസമയം കഴിഞ്ഞ ദിവസം നടിയുമായി ബന്ധപ്പെട്ടും ഇതേ തരത്തിലുള്ളൊരു പരാമർശം പുറത്തു വന്നിരുന്നു. വിധി പകർപ്പിൽ അങ്ങനെ ഒരു സൂചനയും കൂടിയുണ്ട്. നടിയെ അവിശ്വസിക്കുന്നു, അതായത് ദിലീപ് ഭീഷണിപ്പെടുത്തിയതാണ് എന്ന് നടിയുടെ പരാമർശത്തെ അവിശ്വസിക്കുന്നു. ദിലീപ് ഭീഷണിപ്പെടുത്തിയിട്ടുള്ളതിന് തെളിവോ സാക്ഷികളോ ഇല്ല എന്നാണ് കോടതിയുടെ നിരീക്ഷണം. അതായത് കാവ്യമാധവനുമായി ഉണ്ടായിരുന്ന ബന്ധം മഞ്ജു വാര്യരെ അറിയിച്ചത് ഈ നടിയാണ്. ഈ നടി തന്നെ അത് തിരുത്തി പറയണം. തിരുത്തി പറഞ്ഞില്ലെങ്കിൽ അത് നടിക്ക് നല്ലതായിരിക്കില്ല, അല്ലെങ്കിൽ നടിയെ ഉപദ്രവിക്കുമെന്നുള്ള തരത്തിലുള്ള ഭീഷണി ദിലീപിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട നടി മുന്നോട്ട് വെച്ചത്. പക്ഷെ ദിലീപ് പറയുന്ന ഒരു തീർച്ചയായും അതാണ് ഈ കേസുമായി ബന്ധപ്പെട്ട് ആ ഭീഷണിയാണ് ദിലീപിന് പിന്നീട് തിരിച്ചടിയായത്. പല സാക്ഷികളും ഇത് അമ്മയുടെ റിഹേഴ്സൽ ക്യാമ്പിൽ വെച്ചാണ് ദിലീപ് ഭീഷണി മുഴക്കിയത്. അതുകൊണ്ട് തന്നെയാണ് നടി ആക്രമിക്കപ്പെട്ടപ്പോൾ ആദ്യം ദിലീപിലേക്ക് സംശയ മുന നീളുന്നതും. രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടി ചേരുന്നുണ്ട്. രഞ്ജിത്ത്, ഈ കേസിൽ, അതായത് നമുക്കറിയാം ഈ നടി ആക്രമിക്കപ്പെട്ട കേസിന് തൊട്ട് പിന്നാലെ എറണാകുളത്ത് നടന്ന ഈ അതിജീവിതയ്ക്ക് ഐക്യദാർഢ്യം പ്രഖ്യാപിച്ചുകൊണ്ട് നടന്ന സമ്മേളനത്തിൽ മഞ്ജു വാര്യർ നടത്തിയ ആ ഒരു പ്രസ്താവന, ഇതിലൊരു ക്രിമിനൽ ഗൂഢാലോചനയുണ്ട്, കുറ്റകരമായൊരു ഗൂഢാലോചനയുണ്ട് എന്ന് മഞ്ജു വാര്യർ പറയുന്നു. അവിടെ നിന്നാണ് ഈ കേസിൻ്റെ അന്വേഷണം ദിലീപിലേക്ക് എത്തുന്നത്. ദിലീപിനെ പിന്നീട് ചോദ്യം ചെയ്യുകയും അറസ്റ്റ് ചെയ്യുകയും കേസിൽ പ്രതിയാവുകയും ചെയ്യുന്നത്. പക്ഷേ ഈ മഞ്ജു വാര്യരുടെ മൊഴി വിചാരണ കോടതി വിശ്വാസത്തിലെടുക്കുന്നില്ല. കോടതിയിലെ പല വെളിപ്പെടുത്തലുകളും ഈ തുടക്കത്തിൽ മഞ്ജു വാര്യർ പറഞ്ഞ മൊഴിയിൽ നിന്നും വ്യത്യസ്തമാണ് എന്നാണ് ഈ വിധി പകർപ്പിൽ വ്യക്തമാക്കുന്നത്. എന്തുകൊണ്ടാണ് കോടതി അങ്ങനെ ഒരു അവിശ്വാസം ഈ മഞ്ജു വാര്യരുടെ മൊഴിയിൽ പ്രകടിപ്പിക്കുന്നത്? മാത്രമല്ല അതിജീവിതയുടെ മൊഴിയിലും ചില മൊഴികളിലും വൈരുദ്ധ്യങ്ങളുണ്ട്, ചില സംശയങ്ങൾ കോടതി പ്രകടിപ്പിച്ച സാഹചര്യം കൂടി ഉണ്ടല്ലോ രഞ്ജിത്ത്.